ഹേ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചക്കപ്പുഴുക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കേരളക്കാരുടെ ഇഷ്ട വിഭവമായ ചക്കപ്പുഴുക്കാണ്. ഞങ്ങൾ മലപ്പുറംകാർ ഇതിന് ചക്കക്കൂട്ടാന്ന് കേട്ടോ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ചക്ക എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചക്ക ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടിക്ക് പിടിക്കും. അപ്പോൾ വെള്ളം ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ തേങ്ങയുടെ ആ രുചി ആ ചക്കയിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില എന്നിവ ഇട്ട് ഒന്ന് വറവിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.